നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശ്യാമയെങ്കിലും എനിക്ക് തോന്നുന്നത് 2 ആഴ്ചക്കുള്ളിൽ അടിച്ചു പിരിയും. കുറച്ചു നേരത്തെ അവിടെ രണ്ടുപേരും കൂടി പൊരിഞ്ഞ അടിയും ബഹളമായിരുന്നു. അഖില അടുത്ത് ചെല്ലാൻ തുടങ്ങിയപ്പോഴേ അഖിൽ സർ ദേഹത്ത് തൊടലേന്ന് ഷൗട്ടിംഗ് ആയിരുന്നു. എങ്ങനെ ഷൗട്ട് ചെയ്ത് ഒന്നുകൂടെ അഭിനയിച്ച് കാണിച്ച്. അഖിൽ സർ ദേഹത്ത് തൊടലേ. പല വണ്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതുപോലൊരു ഭൂലോക വണ്ടിയെ ഞാൻ ആദ്യമായിട്ടാ പരിചയപ്പെടുന്നത്. അവളുടെ സ്വഭാവം അങ്ങനെയാ. ലോകത്തുള്ള ബാക്കി എല്ലാരും അവളെ പോലെയാണെന്നാ അവളുടെ വിചാരം. എല്ലാവരും അവളെ പോലെ സത്യം, ന്യായം, നീതി, ഭക്തി അങ്ങനെ അങ്ങ് പോകുന്നവരാണെന്ന്. ഞാൻ അന്ന് അവളുടെ ഫോട്ടോ കണ്ടപ്പോഴേ പറഞ്ഞതല്ലേ അവൾ ഒരു നിഷ്കളങ്കയാണെന്ന്. അവളുടെ സ്ഥാനത്ത് ഞാനിങ്ങനായിരുന്നെങ്കിലേ ആദ്യ ദിവസം തന്നെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കുമായിരുന്നു. അവൾ ഇനി അഥവാ അറിയുകയാണെങ്കിൽ തന്നെ അതിനിടയ്ക്ക് കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയിട്ടുണ്ടാവും. അവൾ ഇപ്പൊ തന്നെ അഖിലിനെ തെറ്റിദ്ധരിച്ചു കഴിഞ്ഞു. അഖിലിനി തിളച്ചെണ്ണയില് കൈമുക്കി സത്യം ചെയ്താലും അവൾ വിശ്വസിക്കില്ല. കാണിച്ചു തരാം ഞാൻ. എന്നോടാ കളി. അങ്ങനെ മിഷൻ സക്സസ്. അവരെന്നെ പറ്റിച്ചതില് എനിക്ക് വിഷമമൊന്നുമില്ല എന്റെ കണ്ണ. കാരണം എന്റെ അഖിൽ സാറ് നിഷ്കളങ്കനാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞല്ലോ. മതി. ഒക്കെ വന്ദനയുടെ ഐശ്വര്യയുടെ നാടകമാണെന്ന് ഞാൻ നേരിട്ടറിഞ്ഞു. പാവം എന്റെ അഖിൽ സാർ. ഞാൻ ചില സമയങ്ങളിൽ കുറച്ചൊക്കെ തെറ്റിദ്ധരിച്ചു പോയി. എല്ലാ സംശയം ഇന്ന് മാറി കണ്ണ. പേടിക്കണ്ട, നിന്റെ അഖിൽ സാർ നിന്നെ ഒരിക്കലും ചതിക്കില്ല. ഞാൻ അറിഞ്ഞോ അറിയാതെയോ ടീച്ചറിന് ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. ചതിയില്ല ടീച്ചർ എന്നോട് ചെയ്തത്. ഒരു മണ്ടിയെ, എന്നെ പോലൊരു ഭൂലോക മണ്ടിയെ ചതിച്ചിട്ട് എന്ത് ലാഭം ടീച്ചറിനുണ്ടായത്? ശ്യാമ താഴേക്ക് വന്നോളൂ, ഞാൻ അവിടെ ഉണ്ടാവും. ശ്യാമ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് പോയാ മതി. ഉത്തരം പറഞ്ഞിട്ടേ വിടൂ. ഞാൻ പോയിട്ട് പിന്നെ എന്താ ഇത്? ഞാൻ ഒച്ച വെക്കും. അഖിലെ, ഞാൻ പോലീസിൽ പരാതിപ്പെടും. ആയിക്കോ. പക്ഷെ ഇവിടെ ഇപ്പോ ഇതാണ് പോലീസ് സ്റ്റേഷൻ, ഇതാണ് കോടതി. ജഡ്ജാരെന്നറിയോ? കണ്ടില്ലേ, ദാ നിൽക്കുന്നു. ഇവിടെ നടന്നതെല്ലാം കണ്ടറിഞ്ഞ ഈ ദേവൻ, ശ്യാമയുടെ ദേവൻ, ആ ദേവനാ വിധി പറയാൻ പോകുന്നത്. ദൗത്യത്തിന്റെ പേരുള്ള മിഷൻ വന്ദന. എന്റെ പൊന്നു മിഷൻ വന്ദനെ, നീ കേട്ടോ, കാത് തുറന്നു കേട്ടോ. നീയും ഐശ്വര്യത്തെയും ചേർന്ന് ശ്യാമയെ തോൽപ്പിക്കുകയല്ല, ജയിപ്പിക്കുക ചെയ്തിരിക്കുന്ന. എന്തെന്നറിയാവോ? ശ്യാമ ഒരു തീരുമാനം എടുത്തു. തനിയെ പഠിക്കാൻ പോവാന്ന്. ശ്യാമ തന്നെയാ ശ്യാമയുടെ ടീച്ചർ. ഇത്രയും കാലം എന്റെ ഭാര്യയ്ക്ക് ഒരു കുറവുണ്ടായിരുന്നു, ആത്മവിശ്വാസത്തിന്റെ കുറവ്. ആ കുറവ് നീ പരിഹരിച്ചു. അതിനെ എനിക്ക് നിന്നോട് നന്ദിയുണ്ട്.
നീ വന്നത് മുതൽ എനിക്ക് ചെറിയ സംശയം തുടങ്ങിയതാ. പക്ഷേ നിന്റെ താളത്തിനൊത്ത് ഞാൻ നിന്നു. എന്തിനാന്നറിയൂ? കുറച്ചു നേരത്തെ ശ്യാമ എന്റെ അടുത്ത് പറഞ്ഞ ആ വാക്ക് കേൾക്കാനായിട്ട്. അഖിൽ സാറേ, ഞാൻ സ്വന്തമായിട്ട് പഠിച്ച് പരീക്ഷ എഴുതാമെന്ന വാക്ക്, ആ വാക്ക് കേൾക്കാനാ നിന്നെ നിന്റെ വഴിക്ക് വിട്ടത്. ഞാൻ ഉദ്ദേശിച്ചത് നടന്നു. ദേ, ഇതെന്തെന്നറിയോ? ഞാൻ കെട്ടിയ താലിയ. ഞാൻ നിന്നോട് ഇതേക്കുറിച്ച് പറഞ്ഞതായിരുന്നു. താലി ഭാര്യയുടെ അഭിമാനത്തെക്കാളും ഭർത്താവിന്റെ അഭിമാനം. ഇത് ഈ കഴുത്തിലുള്ളിടത്തോളം കാലം ലോകത്തൊരാളുടെ മുമ്പിലും തോറ്റുകൊടുക്കാൻ എന്റെ ശ്യാമം ഞാൻ വിട്ടുകൊടുക്കില്ല. ഇവളുടെ സൗന്ദര്യത്തെക്കുറിച്ചും നിറത്തെക്കുറിച്ചുമൊക്കെ പരോക്ഷമായി കളിയാക്കുണ്ടായി. ഈ പാവ അതിലങ്ങ് വേവലാതിപ്പെട്ടു. എന്നെപ്പോലൊരു ഭർത്താവിനെ സംബന്ധിച്ച് ലോകത്തിലെ ഏറ്റവും നല്ല നിറം സ്വന്തം ഭാര്യയുടെ നിറവാ. ലോകത്തിലെ ഏറ്റവും നല്ല ശരീരം സ്വന്തം ഭാര്യയുടെ ശരീരം. ഇവളുടെ തലമുടി നരച്ചാലും, തൊലി ചുളുങ്ങിയാലും, പല്ല് പൊഴിഞ്ഞാലും, ശരീരം വികൃതമായാലും, എന്നെ സംബന്ധിച്ച് ഭൂമിയിലെ ഏറ്റവും വലിയ സുന്ദരി എന്റെ ഭാര്യ തന്നെയാണ്. എനിക്കുറപ്പുണ്ട്, നിന്നെ ഇങ്ങോട്ട് വരുത്തിയത് ശ്യാമയുടെ ഈ ദേവനാ. നേരത്തെ പറഞ്ഞില്ലേ, ശ്യാമയുടെ ആത്മവിശ്വാസക്കുറവ്, അത് തീർക്കാൻ നിന്നെ വരുത്തിയത് ഈ ദേവൻ തന്നെയാ. ഇത് ശ്യാമയുടെ ദേവനാ. ശ്യാമയ്ക്ക് സംരക്ഷണം കൊടുത്ത് സദാ കൂടെയുണ്ട്. നന്മ ചെയ്യുന്നവർക്ക് വാരിക്കോരി അനുഗ്രഹം കൊടുക്കും, തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കുകയും ചെയ്യും. ശ്യാമയെ ദ്രോഹിച്ച നിനക്ക് ആരൊക്കെ മാപ്പ് തന്നാലും ഈ ദൈവം മാപ്പ് തരുമെന്ന് കരുതണ്ട. നിന്നെക്കുറിച്ച് ഞാൻ ഫുൾ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട്. അച്ഛനും അമ്മയും 3 മക്കളും, നീ ഇളയവൾ. അന്നത്തെ കോളേജ് പഠനം കഴിഞ്ഞ് നീ വഴിതിരിഞ്ഞു പോയി, കൂട്ടുകെട്ടുകൾ മാറി. അക്കാദമിയിൽ അധ്യാപികയാണെങ്കിലും ഇതുപോലുള്ള കൊട്ടേഷനാണ് നിനക്ക് പ്രധാനം. നീ പറ്റിക്കുകയും ചതിക്കുകയും ചെയ്യുന്നത് ആരാന്നറിയാവോ? നിന്റെ മനസാക്ഷിയാ. മനസാക്ഷിയുടെ ചോദ്യങ്ങളിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. പോയി അടുത്താരെങ്കിലും അന്വേഷിച്ച് ചതിക്കാൻ നോക്ക്. ശ്യാമേ, എന്നോട് ക്ഷമിക്കണം. എനിക്ക് വേണ്ട ശ്യാമേ, മാപ്പ്. എന്നോട് ക്ഷമിക്കണം. ഈ കണ്ണീര് കണ്ടപ്പോഴേ എന്റെ വിഷമമൊക്കെ മാറി. നന്നായിട്ട് ജീവിക്ക്, അതേ എനിക്ക് പറയാനുള്ളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.